നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 300ഓളം യാത്രക്കാരുമായി മ്യൂണിക് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരാൻ ശ്രമിച്ച ബോയിംഗ് വിമാനം അപകട നിലയിൽ ലാൻഡ് ചെയ്തത് വൻ ദുരന്തം ഒഴിവാക്കിയെന്ന വാർത്ത പുറത്തുവരികയാണ്. സ്റ്റാർഡേയിൽ നടന്ന ഈ സംഭവത്തിൽ വിയറ്റ്നാം എയർലൈൻസിന്റെ ബോയിംഗ് 787 വിമാനത്തിന്റെ വാൽഭാഗം റൺവേയിൽ ഉരസുകയായിരുന്നു. 271 യാത്രക്കാരും 16 ജീവനക്കാരും അടങ്ങുന്നതായിരുന്നു ഹിനോയിലേക്ക് പുറപ്പെട്ട ഈ വിമാനം. പറന്നുയരുന്നതിനിടയിൽ വലിയ ശബ്ദത്തോടുകൂടി വിമാനത്തിന്റെ വാൽഭാഗം റൺവേയിൽ അടിക്കുകയും വലിയ തോതിൽ പൊടി ഉയരുകയും ചെയ്തു. തുടർന്ന് ട്രാക്കിൽ നിന്നും തെന്നിമാറിയ വിമാനം വെളിച്ചവിളക്കുകളിലും അതുപോലെ തന്നെ മരങ്ങൾക്ക് ഇടയിലേക്കും നീങ്ങിയെങ്കിലും പൈലറ്റുമാർ സാഹസികമായി തന്നെ വിമാനം മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്ന ആശ്വാസ വാർത്ത പുറത്തുവരുന്നു. വിയറ്റ്നാം സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ വിവരമനുസരിച്ച് റൺവേയിൽ പകുതി എത്തിയപ്പോൾ ഏകദേശം 2 സെക്കൻഡോളം വിമാനത്തിന്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും വേഗത കൂടുകയും ടേക്ക് ഓഫ് ചെയ്യാൻ ആവശ്യമായ റൺവേ ഇല്ലാത്ത അവസ്ഥയിൽ വിമാനം പൊന്തിക്കാൻ പൈലറ്റുമാർ നിർബന്ധരാവുകയായിരുന്നു എന്നുമാണ് അറിയുന്നത്. അവസാന നിമിഷം വരെ വലിയ തോതിൽ ബ്രേക്ക് ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങൾ റൺവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആകാശത്തേക്ക് ഉയർത്തുന്നതിന് പിന്നാലെ വിമാനത്തിന്റെ വാൽ നിലത്തടിച്ചെന്ന മുന്നറിയിപ്പും ഈ ടയറുകളിലെ വായുമർദ്ദത്തിൽ വ്യതിയാനമുണ്ടായി എന്ന സന്ദേശവും പൈലറ്റുമാർക്ക് ലഭിച്ചു. ഇതോടെ എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെട്ട ശേഷം വിമാനം മ്യൂണിക്കിൽ തന്നെ അടിയന്തരമായി ഇറക്കാൻ തീരുമാനിച്ചു. ദീർഘദൂര യാത്രയ്ക്കായി കരുതിയ ഇന്ധനം വിമാനത്തിൽ നിന്ന് ഒഴിവാക്കാനായി 2 മണിക്കൂറോളം നഗരത്തിന് മുകളിൽ വിമാനം കറക്കി പറന്നിരുന്നു. ലാൻഡ് ചെയ്ത ശേഷമുള്ള പരിശോധനയിൽ വിമാനത്തിന്റെ 8 പ്രധാന ടയറുകളിൽ 4 എണ്ണത്തിലും വായുമർദ്ദം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ചില ടയറുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. വിമാനത്തിന്റെ അടിഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റുമാരുടെ തീരുമാനത്തിലുണ്ടായ പിഴവാണോ സംഭവത്തിന് പിന്നിലെന്ന് ജർമ്മൻ ഏവിയേഷൻ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. കറുത്ത പെട്ടി പരിശോധിച്ച്, അതായത് ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചതിന് ശേഷം വരും ആഴ്ചയിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് വിവരം.